പ്രതീഷ്, എന്തായാലും ഇപ്പോൾ നിലവിൽ രക്ഷാദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനമായിരുന്നു. സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങളും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിവിധ സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ സംയുക്തമായി ചേർന്ന് നടത്തിയ ഏറെ മണിക്കൂറുകൾ നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രയാസം അനുഭവിച്ചിരുന്ന പ്രദേശത്ത് നിന്നൊക്കെ തന്നെ ആളുകളെ മുണ്ടങ്കയിൽ നിന്നും ചുരുൾമലയിൽ നിന്നൊക്കെ തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സൈന്യത്തിന് മാത്രം താൽക്കാലിക പാലം ഉണ്ടാക്കിയതിലൂടെ തന്നെ 150ഓളം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. അവരെയൊക്കെ തന്നെ പരിസര പ്രദേശങ്ങളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ഓഡിറ്റോറിയങ്ങളിലുമൊക്കെ തന്നെ ആരംഭിച്ചിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായും മരണപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ വിംസ് ആശുപത്രിയിലും മേപ്പാടി CHCയിലുമാണ് ഇത്തരത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം നാളെ രാവിലെയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. ബഹുഭൂരിപക്ഷം ആളുകളുടെയും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ നടക്കുക മേപ്പാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലായിരിക്കും. ബന്ധുക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ അത്രയും വലിയൊരു ദുരന്തമാണ് എന്നതിന്റെ വ്യാപ്തി എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ്. വയനാട്ടിലെ പുഴയുടെ പ്രഭവ കേന്ദ്രം തൊട്ട് ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ചാലിയാർ അഴിമുഖം വരെ ഇത്തരത്തിൽ ആളുകളുടെ മൃതദേഹം കിട്ടുന്ന അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുന്ന തരത്തിൽ വയനാട് ജില്ലയുടെ ഉയർന്ന ഹൈറേഞ്ച് മേഖലയിൽ താമസിച്ചിരുന്ന ആളുകളുടെ മൃതദേഹങ്ങൾ ഒഴുകി മലപ്പുറത്ത് നിലമ്പൂരിലും അതുപോലെ തന്നെ കോഴിക്കോടും ഒക്കെ എത്തുന്ന അത്രയും ഗുരുതരമായിട്ടുള്ള വലിയൊരു ദുരന്തമാണ് നടന്നത്. സമാന കാലത്തൊന്നും നടന്ന ദുരന്തങ്ങൾ വെച്ച് നോക്കുമ്പോൾ സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് നടന്നത്. തൊട്ടടുത്ത പ്രദേശം തന്നെയാണ് ഇത്തരത്തിൽ പച്ചക്കാടും പുത്തുമലയൊക്കെ തന്നെ. മുൻകാലങ്ങളിൽ അവിടെയൊക്കെ തന്നെ ഉരുളുപൊട്ടി വലിയ ദുരന്തങ്ങളുണ്ടായിരുന്നു. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻകാലങ്ങളിൽ നടന്നുണ്ടായ ദുരന്തങ്ങളെക്കാൾ വലിയ ദുരന്തമാണ് ഇത്തരത്തിൽ ഉണ്ടായത്. ആദ്യ മണിക്കൂറുകളിൽ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ പോലും രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചില്ല. പിന്നീട് തുടർച്ചയായി ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടായപ്പോൾ രക്ഷാപ്രവർത്തകരുടെ ജീവൻ പോലും ആശങ്കയിൽ അല്ലെങ്കിൽ അവർക്ക് പോലും വലിയ ഒരു ഭയമുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. മന്ത്രിമാരടക്കമുള്ള ആളുകൾ ക്യാമ്പ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ തുടർച്ചയായി ഇത്തരത്തിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായത്. എന്തായാലും സ്ഥിതി ഇപ്പോൾ ഒരു പരിധിവരെ ശാന്തമാണ്. മഴ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട്. പുഴയിലെ ഒഴുക്കും നിയന്ത്രണാതീതമായിട്ട്. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രതികരണം കൂടി കേൾക്കാം.